ഹൈദരാബാദി ബിരിയാണി ഹണ്ട് സീരീസിലെ പാർട്ട് 1-ൽ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഷാഗ് ഹൗസിലാണ്. ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ ഒരു ഹോട്ടലാണ് ഷാഗ് ഹൗസ്. ഷാഗ് ഹൗസിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ടോളി ചൗക്കിയിലെ ഷാഗ് ഹൗസിലാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 3 മണിയായി. 3 മണിയായെങ്കിലും ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല. ഞങ്ങളോട് പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലെ ഫാമിലി സെക്ഷനിൽ ഇരിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ഫാമിലി സെക്ഷനിൽ പോയി കുറേ സമയം ഇരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, ഒരുപാട് തിരക്കാണ്. ഇഹിതക്കുട്ടി ഓണായിരുന്നുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ പോയി. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫാമിലി സെക്ഷന് തൊട്ടടുത്തുള്ള ഒരു സീറ്റിൽ ഞങ്ങളിരുന്നു. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ചിക്കൻ സ്പെഷ്യൽ ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിന് കാരണം ഹൈദരാബാദിലെ ഒരു 90% ഹോട്ടലുകളിലും ബിരിയാണിയുടെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. ബിരിയാണി എത്തുന്നതിന് മുന്നേ റൈത്തയും മിർച്ചി സാലനും സവോളയും ലെമണും 2 പ്ലേറ്റും കൊണ്ടുവന്നു. അതിനിടയിൽ ഇഹിതയുടെ കുറേ തമാശകൾ. ഇഹിതക്കുട്ടി ഹാപ്പിയാണെങ്കിൽ ഞങ്ങൾ ഡബിൾ ഹാപ്പിയാണ്. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഞങ്ങളുടെ ബിരിയാണി എത്തി. ഞങ്ങൾക്ക് ബിരിയാണി വിളമ്പി തന്നത് അഫ്സർ അലിയാണ്. ബിരിയാണി വിളമ്പുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. 2 ഫോർക്ക് പ്രത്യേക രീതിയിൽ പിടിച്ചാണ് ബിരിയാണി വിളമ്പുന്നത്. ഇതുപോലെ വിളമ്പുന്നത് ഞാൻ ഹൈദരാബാദിലെ പല ഹോട്ടലുകളിലും കണ്ടിട്ടുണ്ട്. അഫ്സർ അലി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ബിരിയാണി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരുപാട് മസാല മിക്സ് ആയിട്ടുള്ള റൈസ് അല്ല. എന്തായാലും നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഒരുപാട് സ്പൈസിയും അല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് എരിവുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ മിർച്ചി സാലനും റൈത്തയും മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊതുവെ ഹൈദരാബാദിലെ ഫുഡുകൾക്കെല്ലാം അല്പം എരിവ് കൂടുതലാണ്. പക്ഷേ പ്രീമിയം റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ കാണാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബിരിയാണിക്ക്. ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചായയാണ് കുടിച്ചത്. ചായ കുടിക്കുന്ന സമയത്ത് ഇഹിതക്കുട്ടി എൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജിബിക്ക് കുറച്ചുകൂടി വിശാലമായി ബിരിയാണി കഴിക്കാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ തന്നെ ജിബി പറഞ്ഞൊരു കാര്യമാണ് ഫ്രൂട്ട് കാ മീത്ത എന്ന് പറയുന്ന ഈ സംഭവം വാങ്ങണമെന്ന്. ഇവിടെ ഒരുപാട് വേറെ ഐറ്റംസ് ഉണ്ടെങ്കിലും ഇത് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഓർഡർ ചെയ്തു. അങ്ങനെ അഫ്സറിൽ ഞങ്ങൾക്ക് ഫ്രൂട്ട് കാ മീത്ത കൊണ്ടുവന്നു. അപ്പം തന്നെ ടേബിളെല്ലാം വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വളരെ വൃത്തിയായിട്ടാണ് ടേബിളും ഇതിന് പരിസരവും എല്ലാം അവർ നോക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ 100% ഉറപ്പാണ്, പുള്ളിക്കാരിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായാലും ജിബിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ഫ്രൂട്ട് കാ മീത്ത ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ബില്ലെത്തി. 414 രൂപയാണ് ആയത്. ഒരു ചായ, ഒരു ചിക്കൻ ബിരിയാണി, ഒരു ഫ്രൂട്ട് കാ മീത്ത, ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ പ്ലസ് GST. അങ്ങനെ ബില്ലും പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഹൈദരാബാദി ബിരിയാണി ഹണ്ട് പാർട്ട് 2-ൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.